ഹലോ എവരിവൺ, ഐ ആം റഫീഖ്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെ പവർ ബി ഐയിൽ ഒരു ഇമേജ് സ്ലൈസർ ആഡ് ചെയ്യുക എന്നുള്ളതും ആ ലിസ്റ്റിനകത്ത് കൊണ്ട് അല്ലെങ്കിൽ സ്ലൈസറിനകത്ത് നമ്മൾ ഓരോ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ നമുക്ക് മറ്റൊരു വിഷ്വലിനകത്ത് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അതായത് ഞാൻ ഈ ലിസ്റ്റിനകത്ത് ബട്ടൺ ലിസ്റ്റിനകത്ത് കുറേ കാറുകളും അതിൻ്റെ മോഡൽ നെയിം ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വൺസ് യൂസർ എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, അതിൻ്റെ എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു ഇമേജും ആ മോഡലിൻ്റെ പേരും നമുക്ക് എന്ത് ചെയ്യും മറ്റൊരു വിഷ്വലിനകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ നെയിമിന് പകരം ആ കാറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും പവർ ബിയിൽ. സോ നമുക്ക് എങ്ങനെ ഇത് പവർ ബിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായി എനിക്ക് ഓൾറെഡി ഒരു ഡാറ്റാ സെറ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻ മോഡൽ എന്ന പേരിലുള്ള ഒരു ഡാറ്റാ സെറ്റ് ഓൾറെഡി നമ്മൾ പവർ ബിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതിൻ്റെ മോഡൽ ID, പിന്നെ മോഡൽ നെയിം, പിന്നെ നമുക്ക് വേണ്ട ഇമേജിൻ്റെ പാത്താണ്. നമ്മൾ ഇത് വെബ് URL ആണ് കൊടുത്തിട്ടുള്ളത്, HTTPS വെബ് URL ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡാറ്റയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഡിം മോഡൽ എന്നുള്ള ടേബിളിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം. പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ടൺ സ്ലൈസർ എന്നുള്ള ഈ ഒരു വിഷ്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് പവർ ബിയിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് വ്യൂവിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഡയമെൻഷൻ മോഡൽ എന്നുള്ള ടേബിളിനകത്ത് പോയിട്ട് നിങ്ങൾ ഈ ഫീൽഡ് എന്നുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ മോഡലിൻ്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇമേജസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമേജിൻ്റെ URL ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് ഒരു ഡാറ്റ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫീൽഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീൽഡിലേക്ക് ഇതിൻ്റെ ഇമേജിൻ്റെ പാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വിഷ്വലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റ്, അതായത് അതിൻ്റെ ഗ്രിഡ് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇമേജിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഫിറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്, കറക്റ്റ് ഫിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ലിസ്റ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള നമ്പർ ഓഫ് റോസും അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസും നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഔട്ട് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ അവിടെ പോയതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ 3 റോസ് എന്നുള്ള ഓപ്ഷൻ, കാരണം ഇവിടെ ഓൾറെഡി 3 റോസ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 1 കൊടുത്താൽ മതി, 1 കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് 3 അല്ലെങ്കിൽ 5 റോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്പ്ലേ ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ 5 കോളംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ 6 ഡിസ്പ്ലേ ചെയ്യിക്കാം. 6 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഇതിൻ്റെ സിംഗിൾ റോയും 6 റോസും എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറുകളും എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഇതിനകത്ത് ബ്ലാങ്ക് വന്നതുകൊണ്ട് നമുക്ക് ഈ X1 മുതൽ X6 വരെയുള്ള കാറുകൾ മാത്രം നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. X1 മുതൽ X6 വരെയുള്ളത് മാത്രം കൊടുത്താൽ മതി. കാരണം അത് ഡിസ്പ്ലേ ചെയ്യുമ്പം കാറില്ലാത്ത URL വർക്കാവാത്ത കുറച്ച് മോഡൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്തു, നമ്മളാ ഡാറ്റ സെറ്റിനകത്തുള്ള കാറിൻ്റെ മോഡലും അതുപോലെ തന്നെ കാറിൻ്റെ ഇമേജും നമ്മുടെ ആ ഒരു ബട്ടൺ സ്ലൈസറിനകത്ത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സെയിം അതുപോലെ തന്നെയുള്ള വേറൊരു ബട്ടൺ സ്ലൈസർ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വിഷ്വലിലേക്ക് റിപ്പോർട്ട് വ്യൂവിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡിം മോഡലിനകത്ത് പോയിക്കൊണ്ട് എന്ത് ചെയ്യുക, ഫീൽഡിലേക്ക് സെയിം പൊസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇമേജസിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പാത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പാത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, അതിനകത്ത് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, അതിൻ്റെ ലേഔട്ടിനകത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് റോ 1 കൊടുക്കുക, അതുപോലെ തന്നെ കോളം 1 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫിറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, കറക്റ്റ് ഫില്ല് എന്നുള്ള മാറ്റി നമ്മൾ എന്ത് ചെയ്യുക ഫിറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, ഇതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് ഐറ്റമാണോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ആ ഐറ്റം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തിരിച്ച് അവിടെയും ഫിൽറ്റർ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രാക്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട, അതിൻ്റെ ഫിൽറ്ററിങ് വർക്ക് ആവണ്ട. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജ് ബട്ടൺ സ്ലൈസർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോർമാറ്റ് എന്നുള്ള ബട്ടണകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ഇൻട്രാക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതാക്കി കഴിഞ്ഞാലോ ഒന്നും ആ ഒരു സ്ലൈസർ എന്ത് ചെയ്യില്ല, ഫിൽറ്റർ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചിങ്ങോട്ട് കറക്റ്റ് എന്ത് ചെയ്യും, അത് ഫിൽറ്ററിങ് വർക്കാവും ചെയ്യും. സോ നിങ്ങൾക്ക് ഇത്തരം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ പവർ BI പ്രൊജക്റ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി അതുപോലെ തന്നെ പവർ BIൻ്റെ ലൈവ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവർ BI ഈ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.